ഇസ്രായേലിൽ സമയം ഏകദേശം പുലർച്ചെ 6 മണി. അപ്പോഴാണ് ലോങ് റേഞ്ച് ഹൈ പ്രിസിഷൻ മിസൈലുകൾ ഘടിപ്പിച്ച ഒരു കൂട്ടം ഫൈറ്റർ ജെറ്റുകൾ ആകാശത്തേക്ക് പറന്നുയരുന്നത്. CIA-യുടെയും ഇസ്രായേലി ഇന്റലിജൻസിന്റെയും റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാന്റെ നേതൃത്വ നിരയിലെ വലിയൊരു വിഭാഗം ടെഹ്റാനിലെ ഒരു കോമ്പൗണ്ടിൽ ഒത്തുകൂടിയിട്ടുണ്ട്. അവർക്കിടയിൽ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് അലി ഖൊമേനിയുമുണ്ട്. ജെറ്റുകൾ പറന്നുയർന്ന് 2 മണിക്കൂറും 5 മിനിറ്റും കഴിഞ്ഞപ്പോൾ ഇസ്രായേലി മിസൈലുകൾ ആ കോമ്പൗണ്ടിൽ പതിക്കുകയായിരുന്നു. ഇസ്രായേലും US-ഉം ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾ എങ്ങനെയായിരുന്നുവെന്നും ആയത്തുള്ള അലി ഖൊമേനിയെ എങ്ങനെയാണ് വധിച്ചതെന്നും അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആയത്തുള്ള അലി ഖൊമേനിയെ ഇത്ര ശത്രുതയോടെ കണ്ട് അമേരിക്കയും ഇസ്രായേലും എന്തിനാണ് വധിച്ചത് എന്നറിയാൻ നമ്മൾ ഇറാന് ഇസ്രായേലും അമേരിക്കയുമായുള്ള ബന്ധം വളരെ പെട്ടെന്നൊന്ന് മനസ്സിലാക്കണം. സത്യത്തിൽ US, ഇസ്രായേൽ, ഇറാൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ ദീർഘകാലത്തെ ശത്രുതയുടെ ചരിത്രമുണ്ട്. 1979 വരെ ഷാ മുഹമ്മദ് റസ ഭരിച്ചിരുന്ന ഒരു സ്വേച്ഛാധിപത്യ രാജ്യഭരണമായിരുന്നു ഇറാനിൽ. അദ്ദേഹത്തിന് US-ന്റെ പിന്തുണയുമുണ്ടായിരുന്നു. ഇറാനിയൻ വിപ്ലവത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഭരണം അട്ടിമറിക്കപ്പെട്ടപ്പോൾ ആയത്തുള്ള റൂഹുല്ല ഖൊമേനി രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുകയും ചെയ്തു. ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് ഭരിക്കപ്പെടുന്ന ഒരു രാജ്യമായി ഇറാനെ മാറ്റാൻ അദ്ദേഹം ഉറച്ചു തീരുമാനിച്ചു. മുൻപത്തെ ഷായുടെ പാശ്ചാത്യ അനുകൂല നിലപാട് ഖൊമേനി ഉപേക്ഷിച്ചു. US-നെയും അതിൻ്റെ അടുത്ത സഖ്യകക്ഷിയായ ഇസ്രായേലിനെയും ഇറാൻ ബദ്ധശത്രുക്കളായി പ്രഖ്യാപിച്ചു. പ്രത്യേകിച്ച് ഇസ്രായേലിനോടുള്ള എതിർപ്പ് ഒരു തന്ത്രപരമായ ലക്ഷ്യമായി മാറി. 1989 റൂഹുല്ല ഖൊമേനി അന്തരിക്കുകയും തുടർന്ന് അലി ഖൊമേനി അധികാരത്തിലുമെത്തി. കാലക്രമേണ ഇറാനും ഇസ്രായേലും US-ഉം പലതവണ ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെട്ടു. അമേരിക്കയും ഇസ്രായേലും ഇറാനുമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. അങ്ങനെ മേഖലയിലെ ഇസ്രായേൽ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് പണം നൽകുന്ന പ്രധാനി ഇറാനായി മാറി. 2002 2 രഹസ്യ കേന്ദ്രങ്ങളിൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടമാക്കുന്നതായി, അതായത് യുറാനിയം എൻറിച്ച്മെന്റ് നടത്തുന്നതായി കണ്ടെത്തിയിരുന്നു. ഈ യുറേനിയം ന്യൂക്ലിയർ റിയാക്ടറുകൾക്കോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ആയുധങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കാം എന്ന ഭയം US-നും കൂട്ടാളികൾക്കും പണ്ടേ ഉണ്ടായിരുന്നു. എന്നാൽ തങ്ങൾ അണുവായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. സൈബർ ആക്രമണങ്ങളിലൂടെയും പ്രധാന ശാസ്ത്രജ്ഞരെ വധിച്ചും US-ന്റെ കാര്യത്തിൽ നയതന്ത്ര ചർച്ചകളിലൂടെയും ഈ ന്യൂക്ലിയർ പ്രോഗ്രാം തടയാൻ ഇസ്രായേലും US-ഉം പല ശ്രമങ്ങളും നടത്തി. അങ്ങനെ 2015 ഒബാമ ഭരണകൂടവും ഇറാൻ ഭരണകൂടവും ഒരു ന്യൂക്ലിയർ ഡീലിൽ ഒപ്പിട്ടു. പക്ഷേ 2018 പ്രസിഡന്റ് ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറി. സത്യത്തിൽ ഇത് ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലാത്ത ഒരു ഏകപക്ഷീയമായ കരാറായിരുന്നു എന്നായിരുന്നു ട്രംപിൻ്റെ നിലപാട്. അന്നു മുതൽ ബന്ധം വീണ്ടും വഷളായി. 2025 പുതിയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഇസ്രായേലും US-ഉം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാനിൽ വ്യോമാക്രമണം നടത്തി. 3 ഇറാനിയൻ ന്യൂക്ലിയർ സൈറ്റുകൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. അതേ വർഷം തന്നെ ഇറാൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി. കറൻസിയുടെ മൂല്യം ഇടിയുകയും ഭക്ഷണ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയും ജനജീവിതം ദുസ്സഹമാവുകയും ചെയ്തു. അതിനാൽ തന്നെ 2025 അവസാനത്തോടെ രാജ്യത്തുടനീളം വൻ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. എന്നാൽ ഇറാൻ ഭരണകൂടം ഈ പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുകയായിരുന്നു അത്രേ. തുടർന്ന് രാജ്യം മുഴുവൻ ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും ദിവസങ്ങളോളം പുറം ലോകം ഒന്നും അറിയാതാവുകയും ചെയ്തിരുന്നു. അവസാനം ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും 50,000-ഓളം പേർ അറസ്റ്റിലായതായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ട്രംപ് ഇറാനെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ആ പ്രദേശത്ത് US സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഫെബ്രുവരി 26 വ്യാഴാഴ്ച ജനീവയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന അവസാനവട്ട നയതന്ത്ര ശ്രമങ്ങളും പരാജയപ്പെടുകയായിരുന്നു. ഫെബ്രുവരി 28 ശനിയാഴ്ച രാവിലെ ഏകദേശം 9:40 ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ. ഇറാന്റെ ഗവൺമെന്റ് കോമ്പൗണ്ട് ഹെർസ്ക്വയറിൽ നിന്ന് അധികം ദൂരെയല്ല. ഇവിടെ ഇറാന്റെ പ്രസിഡൻസി, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, പരമോന്നത നേതാവ് എന്നിവരുടെ ഓഫീസുകളുണ്ടെന്നാണ് റിപ്പോർട്ട്. 2025 മുതൽ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ആയത്തുള്ള ഖൊമേനിയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും അഥവാ IRGC-യും എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നതെന്നും നീങ്ങുന്നതെന്നും US കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. മാസങ്ങളായി CIA ഖൊമേനിയെ നിരീക്ഷിക്കുകയായിരുന്നു.
അവർ അദ്ദേഹത്തിൻ്റെ യാത്രാരീതികളും സ്ഥലങ്ങളും പഠിച്ചു. അദ്ദേഹം അന്ന് അവിടെ ഉണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് അവിടെ നടക്കുന്നുണ്ടെന്നും അവർ അറിഞ്ഞു. യുഎസും ഇസ്രായേലും ആദ്യം രാത്രിയിൽ ആക്രമിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സമയം മാറ്റി. ഈ അവസരം പാഴാക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഇസ്രായേലി മിസൈലുകൾ കെട്ടിടങ്ങളിൽ പതിച്ചു. ആക്രമണം നടക്കുമ്പോൾ നാഷണൽ സെക്യൂരിറ്റിയിലെ പല ഉദ്യോഗസ്ഥരും ഒരു കെട്ടിടത്തിലും പരമോന്നത നേതാവ് ഖൊമേനി മറ്റൊരു കെട്ടിടത്തിലും ഉണ്ടായിരുന്നു. പിന്നീട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ കെട്ടിടങ്ങൾക്കുണ്ടായ കനത്ത നാശനഷ്ടങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ ആക്രമണത്തിലാണ് അലി ഹുസൈനി ഖൊമേനി കൊല്ലപ്പെട്ടത്. കൂടാതെ ഇറാന്റെ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് സയ്യിദ് അബ്ദുൽ റഹീം മുസാവി, നാഷണൽ ഡിഫൻസ് കൗൺസിൽ തലവൻ അലി ഷംഖാനി, IRGC കമാൻഡർ ഇൻ ചീഫ് മുഹമ്മദ് മക്പൂർ, പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദെ എന്നിവരും കൊല്ലപ്പെട്ടു. ഇസ്രായേലി വാർത്തകൾ അനുസരിച്ച് വെറും അര മിനിറ്റിനുള്ളിൽ നടന്ന ആക്രമണത്തിൽ 30ഓളം ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിൽ റോറിംഗ് ലയൺ എന്നും US-ൽ എപ്പിക് ഫ്യൂറി എന്നും പേരിട്ട ഈ ഓപ്പറേഷൻ മാസങ്ങളായി ആസൂത്രണം ചെയ്തതായിരുന്നു. എന്നാൽ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാറിജാനി ഇറാൻ തിരിച്ചടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ഭരണ തുടർച്ച ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറാന്റെ ഗവൺമെന്റ് കോമ്പൗണ്ടിന് നേരെയുള്ള ആക്രമണം ഓപ്പറേഷന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. അതിനുശേഷം ഇസ്രായേൽ ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ, പ്രത്യേകിച്ച് ടെഹ്റാന് ചുറ്റുമുള്ള സിസ്റ്റങ്ങൾ തകർത്തിരുന്നു. മൂന്നാം ഘട്ടത്തിൽ ഇസ്രായേൽ ഏകദേശം 200ഓളം ഫൈറ്റർ ജെറ്റുകൾ അയച്ചു. അതായത് അവരുടെ എയർഫോഴ്സിന്റെ വലിയൊരു ഭാഗം തന്നെ ഇറാനിലെത്തിച്ചു. ഇറാന്റെ മിസൈലുകൾ എത്രയും വേഗം നശിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. നേതൃത്വത്തിന് നേരെയുള്ള ആക്രമണം കഴിഞ്ഞ് 30 മിനിറ്റിനുള്ളിൽ US-ഉം പങ്കുചേർന്നു. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം ഇസ്രായേലിൽ നിന്ന് അകലെയുള്ള കിഴക്കൻ ഇറാനിലെ ലക്ഷ്യങ്ങളായിരുന്നു US-ന്റെ ശ്രദ്ധ. അവർ ഇറാന്റെ കപ്പൽ പടയെയും ആക്രമിച്ചിരുന്നു. US യുദ്ധക്കപ്പലുകൾ ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. ടെഹ്റാനിലെ പല സൈനിക കമാൻഡ് സെന്ററുകളിലും ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടന്നിട്ടുണ്ട്. രാജ്യത്തെ മറ്റ് പല നഗരങ്ങളിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സൈനിക ഓപ്പറേഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. ഭരണകൂടത്തെ ഏറ്റെടുക്കാൻ ഇറാനിയൻ ജനതയോട് അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഞങ്ങൾ ഇത് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഗവൺമെന്റിനെ ഏറ്റെടുക്കുക, അത് നിങ്ങളുടേതായിരിക്കും എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പിന്നീട് നെതന്യാഹുവും ഇതേ കാര്യം ആവർത്തിച്ചു. ഈ പ്രഖ്യാപനങ്ങൾക്ക് തൊട്ടുപിന്നാലെ മിനാബ് ഹോർമോസ് പ്രവിശ്യയിലെ സാർ തിബ്ബെ എലിമെന്ററി ഗേൾസ് സ്കൂളിൽ വ്യോമാക്രമണം നടന്നു. കുറഞ്ഞത് 175 പേർ കൊല്ലപ്പെട്ടതായും അതിൽ ഭൂരിഭാഗം പേരും കുട്ടികളാണെന്നും ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഈ കണക്കുകൾ ഇതുവരെ സ്വതന്ത്രമായി സ്ഥിരീകരിച്ചിട്ടില്ല. ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഈ സ്കൂൾ ഇറാന്റെ ഒരു നേവൽ ബേസിന് അടുത്താണെന്നാണ്. മിഡിൽ ഈസ്റ്റിലെ പല ഭാഗത്തേക്കും ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടു. ഇസ്രായേലിന് നേരെ മാത്രം 200 മിസൈലുകൾ വിട്ടിട്ടുണ്ടത്രേ. അതിനാൽ തന്നെ മിഡിൽ ഈസ്റ്റ് നിലവിൽ അശാന്തമാണ്. ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഒരു വെടിനിർത്തൽ ഉടൻ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വ നിരയുടെയും മരണം കൂടെയായപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് പരമാവധി ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുകയാണത്രേ. റഷ്യയും ചൈനയും ഇറാനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധമായി മാറിയേക്കാം. എന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാവുകയും ഇരുഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്താൽ UN ഇടപെട്ട് ഒരു താൽക്കാലിക സമാധാന കരാറിലെത്താൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയം ഇനി പഴയതുപോലെയാകില്ല. ഇസ്രായേലിന്റെ സുരക്ഷയും ഇറാന്റെ അതിജീവനവും തമ്മിലുള്ള ഈ പോരാട്ടം ലോകചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറും. ഈ യുദ്ധം കേവലം 3 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ലോകക്രമത്തിന്റെ പുനർനിർണയമാണ്. അധികാരത്തിനും ആധിപത്യത്തിനും വേണ്ടിയുള്ള വൻ ശക്തികളുടെ ഈ കളിയിൽ സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തും പണയപ്പെടുത്തുകയാണ്. ഏതായാലും ഈ യുദ്ധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.